PV അൻവറിനെ പോലുള്ള ഒരു നിലവാരമില്ലാത്ത ഒരാൾക്ക് സത്യത്തിൽ മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ പാലക്കാട് തെരഞ്ഞെടുപ്പിനെ പരാമർശിച്ച് പറഞ്ഞതുകൊണ്ടുകൂടിയാണ് ഞാനിപ്പോൾ ഈ നിലവാരമില്ലാത്ത PV അൻവർക്ക് മറുപടിയല്ല വ്യക്തമാക്കാൻ വേണ്ടി കാര്യങ്ങൾ പറയുന്നത്. ഒന്ന്, നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ്റെ കാലഘട്ടം പരിശോധിച്ചാൽ ആരെല്ലാം ആരുമായിട്ടാണ് മുന്നണിയായി മത്സരിച്ചത് എന്ന് മനസ്സിലാവും. 1960 സഖാബ് EMS പട്ടാമ്പിയിൽ മത്സരിച്ചു. പട്ടാമ്പിയിൽ EMS മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി K. ഗോപാലനായിരുന്നു. N. സുബ്രഹ്മണ്യം ഭാരതീയ ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുത്തു. P. അബ്ദുൾ മജീദ് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുത്തു. പക്ഷേ പിന്നീട് EMSഉം K. ഗോപാലനും മാത്രമായി സ്ഥാനാർത്ഥി. ഭാരതീയ ജനസംഘത്തിൻ്റെ സുബ്രഹ്മണ്യവും ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായ അബ്ദുൾ മജീദും പിൻവലിച്ചു. അതാണ് 1960 സഖാബ് EMSനെതിരെ ഇന്നത്തെ കോലീബി പോലെ തന്നെ അന്ന് തന്നെ രൂപപ്പെട്ടത് ജനസംഘം, ലീഗ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പിന്നീട് 1970 AKGക്കെതിരെ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് വിക്ടോറിയ കോളേജിലെ ജനസംഘവും RSSുമായിരുന്ന ഒരു റിട്ടയർഡ് പ്രൊഫസർ അദ്ദേഹം പിൻവലിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്തു. 1989 VP സിംഗിൻ്റെ മന്ത്രിസഭയെ മറിച്ചിട്ടതാരാ? ഭാരതീയ ജനതാ പാർട്ടിയും കോൺഗ്രസും ചേർന്നിട്ടല്ലേ? ബേപ്പൂരും വടകരയിലും നമ്മുടെയൊക്കെ രാഷ്ട്രീയ അനുഭവത്തിൽ ബേപ്പൂരും വടകരയിലും കോലീബി സഖ്യമായിരുന്നില്ലേ? ഇങ്ങനെ എത്ര കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയും. മാത്രമല്ല, ഇപ്പോൾ ഈ 2023 പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പുകളിൽ എനിക്കുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞുതരാം. മുതലമട പഞ്ചായത്തിൽ ഞങ്ങളുടെ ഒരു മെമ്പർ ജോലി കിട്ടിയതിനെ തുടർന്ന് രാജിവെച്ചു. ആ രാജിവെച്ചതിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP ആയിരുന്നു CPMൻ്റെ തൊട്ട് ബാക്കിൽ. ഞങ്ങൾ ആ വാർഡിൽ 2 വോട്ടിനാണ് ജയിച്ചത്. BJPക്ക് 394 ഞങ്ങൾക്ക് 396 ആയിരുന്നു. കോൺഗ്രസിന് 110 വോട്ടായിരുന്നു ആ വാർഡിൽ കിട്ടിയത്. പക്ഷേ 2023 ബൈ ഇലക്ഷനിൽ BJPക്ക് വോട്ടില്ല. 394 വോട്ട് കിട്ടിയ BJP അവിടെ കേവലം 88 വോട്ടായി ചുരുങ്ങി. ബാക്കി എല്ലാ വോട്ടും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് കൊടുക്കുകയാണ് ഉണ്ടായത്. കാഞ്ഞിരപ്പുഴയിൽ ഇതേ അനുഭവമായിരുന്നു ബൈ ഇലക്ഷനിൽ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ആരെല്ലാമായിട്ടാണ് ധാരണയുണ്ടായി മത്സരിക്കുന്നത് എന്ന് വ്യക്തമാണ്. BJPയും കോൺഗ്രസും ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ എല്ലാ കാലത്തും അഭിഹിത ബന്ധം വെച്ച് നല്ല പരിശ്രമം ഞങ്ങളെ തോൽപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. ഇതിലൊന്നും പരാജയപ്പെട്ടിട്ടില്ല. നിരവധി സന്ദർഭങ്ങളിൽ അതുണ്ടായിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ വിവേകം ഈ അൻവർ എന്ന നിലവാരമില്ലാത്തൊരുത്തിന് മനസ്സിലാവണം. അദ്ദേഹത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ DNA പരിശോധിച്ചാൽ മനസ്സിലാവും. അതാണ് അതിൻ്റെ പ്രശ്നം. ആ നിലവാരമുള്ളൊരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഈ പിച്ചും പേയും പറഞ്ഞ് നടക്കുന്ന ഇദ്ദേഹം CPMൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് കൊണ്ടല്ലേ ജയിച്ചത്. നമ്മളൊരു കാര്യം ഒന്ന് വേണ്ട വയ്ക്കുമ്പോൾ പിന്നെ എല്ലാം വേണ്ട വയ്ക്കാൻ തയ്യാറാവണ്ടേ? തയ്യാറാവുന്നുണ്ട് അൻവർ? അതില്ലല്ലോ. പേരിൻ്റെ ബാക്കിലെ 3 അക്ഷരം ഞാൻ കളയുകയില്ല എന്നല്ലേ പറയുന്നത്. അത് ഞാൻ പറ്റില്ല, അത് ഞാൻ നിലനിർത്തും. അൻവറിനൊന്നും കൂടുതൽ
ഇനി വലുതായിട്ട് രാഷ്ട്രീയ കേരളത്തിൽ ശ്രദ്ധിക്കാൻ ആളുണ്ടാവില്ല. ഇപ്പം നിങ്ങൾ കുറേ പേര് ഇതുപോലെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മൈക്ക് നീട്ടിയില്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അൻവർ എവിടെ എത്തും? അയാൾ പോകണവിടെയൊക്കെ CPM എതിരായി 4 വർത്തമാനം പറയുന്നത് കൊണ്ട്, നിങ്ങൾക്ക് ചൂടപ്പം പോലുള്ള വാർത്ത കിട്ടുന്നത് കൊണ്ട് നിങ്ങൾ അയാളുടെ മുമ്പിൽ മൈക്ക് നീട്ടുന്നു. അതുകൊണ്ടാണ് അയാളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ലൈവായിട്ട് കേരളത്തിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്നോ മറന്നു പോയിട്ടുണ്ടാകും ജനങ്ങൾ. ഇതാണ് അൻവറിൻ്റെ സ്ഥിതി. അൻവർ എന്ന വ്യക്തി CPMൽ നിൽക്കുമ്പോൾ, CPMൻ്റെ MLA ആയി നിൽക്കുമ്പോൾ നിങ്ങൾ എന്തായിരുന്നു അയാളെക്കുറിച്ച് പ്രചരിപ്പിച്ചത്? വാട്ടർ തീം പാർക്ക്, ഭൂമി കയ്യേറ്റം, ആദിവാസികളുടെ കുടിവെള്ളം മുട്ടിച്ച കൊള്ളക്കാരൻ, തട്ടിപ്പുകാരൻ, ആഫ്രിക്കയിൽ പോയി കൽക്കരി പാടങ്ങൾ കോടിക്കണക്കിന് രൂപയ്ക്ക് വിലക്കെടുത്ത് തട്ടിപ്പ് നടത്തുന്ന രാഷ്ട്രീയ കാട്ടാളൻ എന്നായിരുന്നു മാധ്യമങ്ങളുടെ പരിവേഷം അയാളെക്കുറിച്ച്. ഇന്നിപ്പോൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടത്തോഴനായി. ഞാൻ ചോദിക്കട്ടെ, അൻവറിൻ്റെ യഥാർത്ഥ പ്രശ്നം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അൻവറിൻ്റെ പ്രശ്നം വേറൊന്നുമല്ല. അൻവറിൻ്റെ ചോദ്യം, സ്വർണ്ണക്കടത്ത് പിടിക്കേണ്ടത് കസ്റ്റംസ് അല്ലേ, എന്തിനാണ് പോലീസ് പിടിക്കുന്നതെന്നാണ്. ഞാൻ ചോദിക്കുന്നത്, നാട്ടിൽ സ്വർണം കടത്തി വരുന്ന കള്ളന്മാരെ പോലീസ് പിടിച്ചാൽ അൻവറിന് എന്താ ഇത്ര ദുഃഖം? അതല്ലേ മനസ്സിലാക്കേണ്ടത്. ഇന്നിപ്പോൾ നിങ്ങളെപ്പോൾ ഉള്ള പത്രക്കാരുടെ മുമ്പിൽ ഞാനൊരു വലിയ സത്യസന്ധനാണ് എന്ന് പരിവേഷം അവതരിപ്പിക്കുക, എന്നിട്ട് CPMനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും വളരെ ബോധപൂർവം SDPIൻ്റെയും ജമാഅത്തെ ഇസ്ലാമിൻ്റെയും സഹായത്തോടുകൂടി ഞങ്ങളെ ആക്രമിക്കുക. ഇതുകൊണ്ടൊന്നും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ CPMനോ ഒരു പുറകോട്ടടിയും ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ എതിരാളിയാകാനുള്ള എന്തെങ്കിലും കെൽപ്പ് ഈ അൻവറിനുണ്ടോ? വെറുതെ പിച്ചും പേയും പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ പറയാന്നല്ലാതെ മറ്റൊരു നിലവാരവും ഇല്ല അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ സത്യസന്ധമായി ഒന്ന് പരിശോധിക്കുക അയാളുടെ രാഷ്ട്രീയ DNA. അപ്പോൾ മനസ്സിലാവും അയാൾ എത്രത്തോളം നിലവാരമില്ലാത്ത ആളാണെന്ന്.